السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم، فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام، واذكروه كما هداكم وإن كنتم من قبله لمن الضالين. صدق الله العظيم. وقال نبينا وحبيبنا وأسوتنا محمد صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة. صدق رسول الله صلى الله عليه وسلم. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ സഹായിച്ചവർ, നമ്മുടെ സഹകാരികളായിരുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ, ആരെല്ലാം ഏതെല്ലാം പള്ളികളുടെ ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമത്തിലാണോ അല്ലാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ പൂർവികർക്കും അല്ലാഹു സ്വർഗം കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ആഖിറത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് ഹജ്ജ് എന്നുള്ളത്. കഴിവുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലെത്തുകയും അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന്റെ കൽപ്പനയും വിശ്വാസിയുടെ ബാധ്യതയുമാണ്. കേവലം ഒരു ശവ്വാലിലോ ദുൽഖഅദിലോ അതല്ലെങ്കിൽ ദുൽഹജ്ജിന്റെ പൊന്നമ്പടി വാനത്തുദിക്കുമ്പോഴോ മാത്രം വിശ്വാസി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഹജ്ജ് എന്നുള്ളത്. സാധാരണയിൽ നിന്നും വിഭിന്നമായി കേന്ദ്ര സർക്കാർ അടുത്ത വർഷത്തേക്ക് ആരെല്ലാം ഹജ്ജിന് ആഗ്രഹിക്കുന്നുവോ അവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയ ഈ അവസരത്തിൽ ഹജ്ജിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച്, അതിന്റെ അപ്പുറം കഴിവുണ്ടായിട്ടും ഹജ്ജിന് വേണ്ടി പരിശുദ്ധമായ മക്കാ മുക്കർറമയിലോട്ട് കടന്നു ചെല്ലാത്ത ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും വിശ്വാസി സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ സമയത്തുണ്ട്. അല്ലാഹു പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ തൗഫീഖ് തരുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്നെ ശ്രമിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സ്വഹാബത്തിനോട് പറഞ്ഞ, സ്വഹാബത്തെ, ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യുവാനുള്ള എല്ലാ കഴിവുമുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി എല്ലാ നിലയിലും അവന് ഹജ്ജ് ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അവൻ മരണപ്പെട്ടു പോയി. അത് അവന്റെ മേൽ കടമായിട്ട് അവശേഷിക്കും. അത്രേ അള്ളാഹുവിന്റെ മേൽ അവനൊരു കടമുണ്ട് എന്ന നിലയിലായിരിക്കും അവൻ നാളെ പരലോകത്തോട്ട് കടന്നു വരിക. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ എല്ലാ നിലയ്ക്കും കഴിവുണ്ടായിട്ടും ഒരു മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ യഹൂദിയൻ ഔ നസ്റാനിയൻ, ഒരു അവിശ്വാസി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് പോലെ തന്നെ അവൻ മരണപ്പെട്ടു പോകുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണമെന്ന് ഇസ്ലാം വിഭാവനം ചെയ്തു പറയുമ്പോൾ ആരാണ് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവൻ?
നമ്മുടെ മനസ്സിലുള്ളത് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവൻ പണമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, പത്രാസുള്ളവനാണ്, എല്ലാ നിലയ്ക്കും യോഗ്യതയുള്ളവനാണ്. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കഴിവുള്ളവൻ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നല്ല ജോലി നേടിയെടുത്ത് കൊടുത്ത് സാമ്പത്തികമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഭദ്രതയുള്ള കുടുംബത്തിലോട്ട് മകളെ കെട്ടിച്ചയച്ചവനെയാണ് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കഴിവുള്ളവൻ. അതല്ലെങ്കിൽ മാസം 1-ാം തീയതി സർക്കാരിന്റെ ട്രഷറി ഓഫീസിന്റെ മുന്നിൽ 5 അംഗത്തിൽ കുറയാത്ത രീതിയിൽ പെൻഷൻ മേടിക്കുന്നവനാണ് നമ്മുടെ ചിന്തയിൽ ഏറ്റവും വലിയ കഴിവുള്ളവൻ. ഇതൊന്നുമല്ല. 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മേലെ ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജ് അവന്റെ മേൽ ബാധ്യതയാണ്. ഹജ്ജ് പൂർത്തീകരിക്കാതെ മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. ഒന്നാമതായിട്ട് അവിടെ ഒന്ന് പറഞ്ഞു, ഉണ്ടാവുക. ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ തന്റെ ഭാര്യയും തന്റെ സന്താനങ്ങളും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന്റെ മേലെ ഹജ്ജ് നിർബന്ധമാണ്. 2 കടന്നു പോയിട്ട് തിരികെ വരാനുള്ള വാഹനമുണ്ടെങ്കിൽ ഭാരതീയനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന്റെ ഏക ഉപാധി ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പരിശുദ്ധമായ മക്ക മുകറമയിലോട്ട് പോകുവാൻ ജിദ്ദയിൽ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് കടന്നു വരാൻ വണ്ടിക്ക് കൊടുക്കുവാൻ പൈസ ഉണ്ടെങ്കിൽ, ടിക്കറ്റ് എടുക്കുവാൻ പൈസ ഉണ്ടെങ്കിൽ അവന്റെ മേൽ ഹജ്ജ് നിർബന്ധമാണ്. 3 അവൻ പോകുന്ന വഴി സുരക്ഷിതമായിരുന്നു കഴിഞ്ഞാൽ, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മനുഷ്യന്റെ മുന്നിൽ വഴികൾ അടയ്ക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ, കൊറോണയുടെ സമയത്ത് വഴികൾ അടയ്ക്കപ്പെട്ടിരുന്നു, പോകാൻ സാധിക്കാതെ വന്നിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ആർക്കും ഹജ്ജിന് പോകാം, കഴിവുള്ളവന് ഹജ്ജിന് വേണ്ടി കടന്നു വരാം, ചെയ്യാം, തിരികെ പോകാം. ഇന്ന് അതിന് സാധിക്കും. അന്ന് തുറക്ക് പോകുന്ന വഴി എളുപ്പമാണെങ്കിൽ. അവിടെ നിന്ന് പറഞ്ഞു വസിഹത്തുൽ ബദൻ, പരിശുദ്ധമായ കഅബാലയത്തിനെ പ്രദക്ഷിണം ചെയ്യുവാൻ, തുവാഫ് ചെയ്യുവാൻ കഴിവുണ്ടെങ്കിൽ, സഫാ മർവ സഅയ് ചെയ്യുവാൻ കഴിവുണ്ടെങ്കിൽ, ജംറയിൽ കല്ലെടുത്തെറിയുവാൻ കഴിവുണ്ടെങ്കിൽ, ജടപിടിച്ച മുടിയുമായിട്ട് പൊടിപിടിച്ച ശരീരവുമായിട്ട് അറഫയുടെ മണ്ണിൽ നിന്ന് കരയുവാൻ കഴിവുണ്ടെങ്കിൽ, പിതാവിന്റെ തവാഫ് കഴിഞ്ഞ് പരിശുദ്ധമായ മദീന മുനവറയിലോട്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കടന്നു ചെന്ന് ആ പച്ചക്കുബ്ബ നോക്കി ഒരുപാട് സ്വലാത്തുകൾ സലാമുകൾ പറഞ്ഞ് കണ്ണുനീരോടുകൂടി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞ് തിരിച്ചു വരാൻ ശരീരത്തിന് ആഫിയത്തുണ്ടോ അവന്റെ മേൽ ഹജ്ജ് നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്കൊക്കെ ഈ തൗഫീഖുകളൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ഹജ്ജ് പൂർത്തീകരിക്കുവാൻ അള്ളാഹു ഭാഗ്യം തരുമാറാവട്ടെ. ഒരു ഉംറ കൊണ്ട് സായുജ്യം അടയുന്ന കാലത്താണ് നമ്മൾ അധിവസിക്കുക. ഉംറ എന്നുള്ളത് ഹജ്ജിനുള്ള ആഗ്രഹം മനസ്സിലോട്ട് കൊണ്ടുവരേണ്ട ഒരു അമലാണ്. അജഗജാന്തരം വ്യത്യാസമുള്ള 2 അമലുകളാണ് ഹജ്ജും ഉംറയും എന്നുള്ളത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറയുവാൻ വേണ്ടി പോകുന്ന സമയത്ത് കഠിനമായിട്ട് അദ്ദേഹം ചോദിച്ചു. തന്റെ പ്രിയപ്പെട്ട മകൻ ചോദിച്ചു, അല്ല വാപ്പ, എന്തിനാണ് ഇത്രയും വലിയ കരച്ചിൽ നിങ്ങൾ കരയുക? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോടനായിരുന്നല്ലോ, കരയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, മോനെ, പ്രിയപ്പെട്ടവരെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെതിരെ ഒരുപാട് യുദ്ധം നടത്തിയിട്ടുണ്ട്. ആ സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നോർത്താണ് ഞാൻ കരയുന്നത്. വീണ്ടും ചോദിച്ചു കടന്നു വന്ന മോനോട് പറഞ്ഞു, മോനെ, വേറൊരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയട്ടെ. ഈ ഉപ്പ ഇസ്ലാമിക പ്രകാശത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിലോട്ട് പോയ സമയം എന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹ് ആ കയ്യൊന്ന് നീട്ട്, കൈ പിടിച്ചിട്ട് ഹസ്തദാനം നടത്തിയിട്ടാകാം ബൈഅത്ത് മുസ്ലിമാകൽ. ഞാൻ ആ കൈ പുറകോട്ട് വലിച്ചു. എന്തിന്റെ പേരിൽ എന്നറിയുമോ? റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഒരൊറ്റ ഷർത്ത്, ഒരൊറ്റ നിബന്ധന അങ്ങയുടെ മുന്നിൽ ഈ അംർ വെക്കുകയാണ്. എന്റെ കടകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും മുസ്ലിമാവുക എന്ന കർമ്മത്തോടു കൂടി അള്ളാഹു പുറത്തു തരും എന്ന് മാത്രമുണ്ടെങ്കിൽ ഞാൻ ഈ കൈ നീട്ടിത്തരാം, അല്ലെങ്കിൽ ഞാൻ കൈ നീട്ടിത്തരില്ല നബിയെ. അവിടെ നിന്ന് പറഞ്ഞു, അമാ അയൽത, നിനക്കറിയില്ലേ അംറേ, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല. ഒരു അവിശ്വാസിയായ സഹോദരൻ പരിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന നിമിഷം അവന്റെ ഇന്നലകളിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. 2 അവിടെ നിന്ന് പറഞ്ഞു, വഅന്നൽ ഹിജ്റ യഹ്ദിമു മാ കാന ഖബ്ല. ദീനനുസരിച്ച് ജീവിക്കുവാൻ പ്രയാസമുള്ള ഒരു നാട്ടിൽ നിന്നും തന്റെ കുടുംബ സമേതം ദീനനുസരിച്ച് ജീവിക്കുവാൻ എല്ലാ നിലയിലും അവസരമുള്ള ഒരു നാട്ടിലോട്ട് തന്റെ ഇഷ്ടക്കാരെയും പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും വേണ്ടപ്പെട്ടതിനെയും തന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് വേറൊരു നാട്ടിലോട്ട് പലായനം ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെയും എല്ലാ പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും.
ഈ രണ്ട് അമലുകൾ ഏത് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവന്റെ ഇന്നലകളിലെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. സഹോദരങ്ങളെ, ഈ രണ്ട് അമലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ ഓൾറെഡി മുസ്ലിമീങ്ങളാണ്. രണ്ട്, ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും വേറൊരു രാജ്യത്തിലോട്ട് ദീനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പാലായനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നിലവിലെ സാഹചര്യത്തിലില്ല. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ല. വിശ്വാസിയായ സഹോദര, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി കഅബാലയത്തിന്റെ മുന്നിലോട്ട് രണ്ട് കഷണം തുണിയെടുത്ത് നീ കടന്നു വന്ന് ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് നീ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ അപരാധങ്ങളും അല്ലാഹു അവിടെ വെച്ച് കഴുകിക്കളയുമെന്ന് ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറ കൊണ്ടല്ല, ഹജ്ജ് ചെയ്താലാണ് അല്ലാഹു ഈ പ്രതിഫലം തരുന്നത്. ഇതെല്ലാം എല്ലാത്തിനും കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യുവാൻ എല്ലാ നിലയ്ക്കും യോഗ്യതയുണ്ട്, പിന്നെയാവട്ടെ എന്ന ചിന്താഗതിയിൽ ജീവിച്ചു. അവനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്, അവൻ ഒന്നില്ലെങ്കിൽ നസ്രാനിയായിട്ട്, അല്ലെങ്കിൽ യഹൂദിയായിട്ട്, അല്ലെങ്കിൽ മജൂസിയായിട്ട് അള്ളാഹനെ ധിക്കരിക്കുന്നവൻ, ധിക്കരിച്ച് ജീവിച്ചവൻ മരിക്കുന്നത് പോലെ അവൻ മരിച്ചു പോകും, മുശ്രിക്കായി മരിച്ചു പോകും എന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗബയില്ലാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യൻ വേറൊരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എടാ കാഫിറെ, അതല്ലെങ്കിൽ എടാ മുശ്രിക്കേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മൻ കഫറ മുസ്ലിമൻ ഫഖദ് കഫറ, ആ വിളിച്ചവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. കേരളത്തിൽ ആവാനവൃത്തം അനുയായികളുള്ള ഒരു സംഘടനയിലെ ആലിമ്യങ്ങളെയും അനുയായികളെയും അവർ അല്ലാഹുവിന് വേണ്ടി പണിത് ആരാധനാ കർമ്മം നിർവഹിക്കുന്ന പള്ളികളെയും അടച്ചാക്ഷേപിക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ രംഗപ്രവേശനം ചെയ്ത ഈ കാലത്ത് ആരാണ് മുശ്രിക് എന്ന് പഠിച്ചു വെച്ചോ, അതല്ലെങ്കിൽ മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് കാഫിറെ മുശ്രിക് എന്ന് പറയുന്നവൻ പഠിച്ചു വെച്ചോ, അവന്റെ ആഖിബത്ത് മോശമാണ്. ഏതെങ്കിലും അവിശ്വാസി മരിക്കുന്നത് പോലെ മരിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശാലമായ ചർച്ചയാണ്, കിടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുശ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അമല് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹജ്ജിനെ സംബന്ധിച്ച് മാത്രമാണ്. വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്ന് അറിയില്ല. അല്ലാഹു പഠിക്കുവാൻ തൗഫീഖ് തരുമാറാവട്ടെ. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും? മുശ്രിക്കിനെ പോലെ, കാഫിറിനെ പോലെ, അവിശ്വാസിയെ പോലെ ആയിരിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല ഹജ്ജ് എന്നുള്ളത്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ കടന്നു വന്നൊരു മനുഷ്യൻ ചോദിച്ചു, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി, എന്റെ പിതാവിന് അത്യാവശ്യം സാമ്പത്തികമായി ശേഷിയുള്ളതാണ്, ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മൂന്നായിട്ട് നീ തരംതിരിക്ക്. ഒന്നാമത്തെ ഭാഗം നീ എന്തിനു വേണ്ടി മാറ്റിവെക്കണമെന്നറിയുമോ? നിന്റെ പിതാവ് ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, സകാത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടുവാൻ വേണ്ടി നീ മാറ്റിവെക്ക്. പള്ളിക്ക് വേണ്ടിയുള്ള കുടിശ്ശിക അടയ്ക്കുവാൻ വേണ്ടി നീ മാറ്റിവെക്ക്. വർഷാവർഷം 2 ഗഡുക്കളായിട്ട് കൊടുക്കുന്ന 1200 രൂപ കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെക്ക്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ തീർക്ക്. രണ്ടാമതായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നിന്റെ ഉപ്പ നിന്നോട് എന്തെങ്കിലും വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ടു പോയ നിന്റെ പിതാവ് എന്തെങ്കിലും പ്രത്യേകിച്ച് നിന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് കൊടുക്കണം, പള്ളിയിൽ കിണർ കൊടുക്കണം, അതല്ലെങ്കിൽ പള്ളിക്ക് വേണ്ട ഇന്ന സാധനം മേടിച്ചു കൊടുക്കണം എന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വീതം നീ അതിനു വേണ്ടി മാറ്റിവെക്ക്. മൂന്നാമതായിട്ട് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളാകുന്ന നിങ്ങൾ പരസ്പരം വീതിച്ചെടുക്കുക, നിങ്ങളുടെ ഓഹരി മേടിക്കുക. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിനോടുള്ള ബാധ്യതയായ ഹജ്ജ് നിന്റെ പ്രിയപ്പെട്ട പിതാവ് പൂർത്തീകരിക്കാതെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതെങ്കിൽ പിതാവിന് വേണ്ടി നീ ഹജ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യിപ്പിക്കുക. സഹോദരങ്ങളെ, ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല ഹജ്ജ് എന്നുള്ളത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജ്, ആത്മാർത്ഥമായിട്ട് നീ ചെയ്ത ഹജ്ജ്, അതിന് പകരമായിട്ട് സ്വർഗ്ഗമല്ലാതെ വേറെ ഒന്നും പ്രതിഫലമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാമിഉ സ്വഗീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്തു, കുടുംബക്കാരോട് സലാം പറഞ്ഞു, ബാധ്യതകൾ പൂർത്തീകരിച്ചു, കടക്കങ്ങൾ മാറ്റി, അവൻ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യത്തെ ഒരു ചുവട്ടടി മുതൽ ഓരോ ചുവട്ടടിക്കും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അറഫയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫഇന്നല്ലാഹ യൻസിലു ഇല സമാഇ ദുനിയ ഫയുബാഹി ബിഹിമുൽ മലായിക.
അള്ളാഹുവിന്റെ മുന്നിൽ പൊടി പിടിച്ച ശരീരത്തോടുകൂടി ജന പിടിച്ച മുടികളോടുകൂടി ഇരു കൈകളും ഉയർത്തിയിട്ട് ലോക ജനതയുടെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന അറഫയിൽ നിൽക്കുന്ന ഹാജി, അവരെ കാണുവാൻ ഏഴാകാശം താണ്ടിക്കൊണ്ട് ഒന്നാം ആകാശത്തോട്ട് അള്ളാഹു വരും. എന്നിട്ടും മലക്കുകൾ നോക്കി അഭിമാനം കൊള്ളും. എന്നിട്ടും മലക്കുകളോട് പറഞ്ഞു കൊടുക്കുമത്രേ, ഈ വന്നു നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വലിയ മണൽക്കൂന അത്രയും പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ സമയം ഇവർക്ക് വിട്ടുപുറത്ത് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള തിരുവാണ് എല്ലായ്പ്പോഴും കൊടുക്കുന്നത് പോലെ നല്ല രീതിയിൽ സഹകരിക്കും. അള്ളാഹു സഹായിക്കുന്നവരെ സ്വീകരിക്കുമാറാവട്ടെ. പള്ളിയുമായിട്ടുള്ള ലഭ്യമായ ബന്ധം ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. പള്ളിയെ സഹായിക്കുക, പള്ളിയോട് ചേർന്ന് നിൽക്കുക, അതിലൂടെ സാധ്യമാകും. നല്ലൊരു നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഹലാലായ മുറാദ്, അതിൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറുവാൻ വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ട് കൊടുക്കുകയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം പഠിച്ചത് തരുമാറാവട്ടെ. സഹോദരങ്ങള്, തഹല്ലുലാകുന്ന ഒരു സമയമുണ്ട്. ഒരു ഹാജി എല്ലാം കഴിഞ്ഞു പിതാവിന്റെ തവാഫിന് മുമ്പോ ശേഷമോ പരിശുദ്ധമായ കഅബാലയത്തോട് വിട പറയുന്ന ഒരു സമയം, ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം, ആ സമയത്ത് തഹല്ലുലാകാൻ വേണ്ടി മുടി പഠിക്കുന്ന ഒരു സമയം. ഒരു ഹാജി ഹജ്ജ് ചെയ്തു കഴിഞ്ഞു മുടി പഠിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് അവന്റെ തലയിൽ നിന്നും പഠിക്കപ്പെട്ട് താഴോട്ട് പോകുന്ന ഓരോ രൂപങ്ങൾക്കും ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓരോ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ അവസാനമായിട്ട് കഅബാലയത്തെ കണ്ട് സലാം പറയുന്ന ഒരു രംഗമുണ്ട്. ആദ്യം കണ്ടപ്പോൾ മനസ്സ് കുളിർത്തതുപോലെ ഏത് ഹാജിയുടെയും മനസ്സ് കുളിർക്കുന്ന ഒരു രംഗം, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങിപ്പൊട്ടി പോകുന്ന ഒരു രംഗം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്നും ഞാൻ വിദൂരനാകാൻ പോവുകയാണ്. ഇത്രയും ദിവസം നമസ്കരിച്ചപ്പോൾ എനിക്ക് ഈ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന്റെ എവിടെ വേണമെങ്കിലും നിന്ന് നമസ്കരിക്കാമായിരുന്നു. ഈ കഅബയോട് സലാം പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് അവസാനത്തെ സലാം പറഞ്ഞ് പോകുന്ന ആ സമയത്ത് മലക്കുകൾ പറയുമത്രേ, ഈ കവാടത്തിലൂടെ നിങ്ങൾ പുറത്തോട്ട് പോകുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ടായിരിക്കും. എന്നിട്ട് വീണ്ടും പറയുന്നതാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ ആശീർവദിക്കുന്നു, നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. എങ്ങനെയാണ് ഒരു കുഞ്ഞി ലോകത്തേക്ക് കടന്നു വരുന്നത്, ഭൂജാതനാകുന്നത്, ആ സമയം ആ കുഞ്ഞിന്റെ ഹൃദയം എത്രമാത്രം നിർമ്മലമായിരിക്കുമോ, എത്രമാത്രം പാപങ്ങളിൽ നിന്ന് രഹിതമായിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളും മാറപ്പെട്ട് കഴിഞ്ഞു എന്ന് മലക്കുകൾ ആശീർവദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഹാജ യശഫിഖു ഫീ 400 ബൈതൻ മിൻ ഖൗമിഹി, തന്റെ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട 400 പേരെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലോട്ട് ശുപാർശ ചെയ്യുവാൻ മബൂറായ ഹജ്ജ് നിർവഹിച്ചവൻ അല്ലാഹു അവസരം കൊടുക്കുമെന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഇത്ര വലിയ പ്രതിഫലമുള്ള അമലാണ്. മൻ അറാദൽ ഹജ്ജ ഫലയതഅജ്ജൽ, അവസാനിപ്പിക്കുന്നു. കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നാവട്ടെ ബാധ്യതകളെല്ലാം പൂർത്തീകരിച്ച് മക്കളെ കെട്ടിച്ചയച്ചിട്ട് ബിസിനസ്സും പച്ച പിടിച്ചിട്ടാകാം എന്ന് കരുതി കഴിഞ്ഞാൽ നാളെ എന്താകും നിന്റെ ജീവിതത്തിൽ എന്ന് ഉറപ്പില്ലാത്തവനാണ് മനുഷ്യൻ. എല്ലാം ഉണ്ടായിരുന്നവർ, 1000 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവർ, ഒന്ന് നേരം വെളുത്ത് പ്രഭാതമായപ്പോൾ മണ്ണിൻകടിയിലാകുന്ന കാഴ്ച, അവരെ ഓർക്കുവാൻ അവരുടെ കുടുംബങ്ങൾ ഇല്ലാതായി പോകുന്ന കാഴ്ച, എവിടെയാണ് പിതാവും മാതാവും കബറടക്കപ്പെട്ടിരിക്കുന്നത് എന്നോർത്ത് വിതുമ്പുന്ന കാഴ്ച. സഹോദരങ്ങളെ, എന്തും ഏത് സമയത്തും സംഭവിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ ഹജ്ജും ഉംറയും മാറ്റിവെക്കരുത്. ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടി ആ മണ്ണിലെത്തുവാൻ വേണ്ടി കൊതിച്ച് ചെലവഴിച്ചപ്പോൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യനെ അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കും. ഒരിക്കലും മറ്റൊരുത്തന്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു വരുത്തില്ലെന്ന് ഹദീസിന്റെ ആശയങ്ങളിൽ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാവട്ടെ, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വീണ്ടും ഒരാവർത്തി കൂടി പറയുന്നു, ഹജ്ജിന് വേണ്ടി കഴിവുള്ളവർ എത്രയും പെട്ടെന്ന് അതിന് മനസ്സുകൊണ്ട് തയ്യാറാക്കി സഹോദരങ്ങൾ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെന്ന് ഒരു ഉംറയും ഹജ്ജും ചെയ്ത് മർദിയായ സിയാറത്തും ചെയ്ത് അവിടെ നിന്ന് വിട പറഞ്ഞ് തിരികെ വരാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാവട്ടെ. ജീവിതത്തിന്റെ അവസാന നാളുകൾ മദീനത്താക്കുകയും ജന്നത്തുൽ ബഖീഇൽ മറമാടപ്പെടുന്ന ജനാസകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ജന്നത്തുൽ ബഖീഇലുള്ളവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ നിർബന്ധമാണ്.
അള്ളാഹുവിന്റെ ഹബീബിന്റെ ശുപാർശ ലഭിച്ച സ്വർഗത്തിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ പാപികളും സാധുക്കളും ദോഷികളുമായ നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.